വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറുന്ന നാട് ഇനി കടക്കുന്നത് അതിജീവനത്തിലേക്കാണ്. പുനരധിവാസ പദ്ധതികളിൽ മുൻപുണ്ടായിരുന്ന പരാതികളൊന്നും ഉയരാത്ത വിധം കാര്യക്ഷമമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണോ സർക്കാരിൻ്റെ മനസ്സിൽ? തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷാണ് ഇത്തവണ Q18-ൽ. നമസ്കാരം മിനിസ്റ്റർ. രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വരുന്ന ഒരു ഘട്ടം, ഇനി കടക്കുന്നത് പുനരധിവാസത്തിലേക്ക്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ശക്തമായിട്ട് പ്രകടമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ ഏറ്റുമുട്ടലിനോ കേരളം നിന്നിട്ടില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് എല്ലാവരെയും ചേർത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഈ ദുരന്തഘട്ടത്തെ താണ്ടുക എന്നതിനാണ് മുൻഗണന സർക്കാരിനെ സംബന്ധിച്ച്. അങ്ങനൊരു നിലപാടാണ് സർക്കാർ തുടക്കം മുതൽ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. തുറന്ന മനസ്സോടെ തുറന്ന സമീപനമാണ് ഈ സഹായിക്കാൻ സന്നദ്ധരായി വന്ന എല്ലാവരോടും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹൃദയഭേദകമായൊരു ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണിത്. ഒരു സാധാരണ നമ്മൾ ഇതുവരെയൊക്കെ നേരിട്ടിട്ടുള്ള ദുരന്തം പോലെയല്ല. 2019 പ്രളയ പോലെ പോലുമല്ല ഇത്. കാരണം അന്ന് ഏതാണ്ട് ഇത്രയൊക്കെ ആൾനാശം ഉണ്ടായെങ്കിലും അത് കേരളത്തിലാകെ ഉണ്ടായതാണ്. കേരളമാകെ അഭിമുഖീകരിച്ചൊരു പ്രശ്നമാണ് ഇത്. ഒരു പ്രദേശം തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ആ 3 വാർഡുകളിലുള്ള ഒരു പഞ്ചായത്തിൽ 3 വാർഡുകളിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം കീഴ്മേൽ മറയുകയാണ് ചെയ്തത്. അത്തരമൊരു ദുരന്തത്തെ, മഹാദുരന്തത്തെ നേരിടേണ്ടത് ഒറ്റക്കെട്ടായിട്ടാണ് എന്നതാണ് സർക്കാർ കണ്ടത്. അത് സംസ്ഥാന സർക്കാരും കേന്ദ്രവും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേന്ദ്ര സർക്കാരിൽ നിന്ന് തുടക്കം മുതൽ തന്നെ അതിന് വിപരീതമായ ഒരു സമീപനമാണ് ഉണ്ടായത്. ആദ്യം ആഭ്യന്തരമന്ത്രി അവിടെ മൃതശരീരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്ന സമയത്താണ് പാർലമെൻറ്റിൽ കേരളത്തെ കുറ്റപ്പെടുത്തിയത്. അത് അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് അതിനോടൊക്കെ വളരെ സംയമനത്തോടെയാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു കേരളത്തിന് മുന്നറിയിപ്പ് തന്നു, അവഗണിച്ചു എന്ന്. പിന്നീട് രേഖകൾ തന്നെ തെളിയിച്ചു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അത് പുറത്തു കൊണ്ടുവന്നു. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കേരളത്തിന് നൽകിയിരുന്നില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്ന കാര്യം ഇന്നെല്ലാവർക്കും ബോധ്യം വന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേന്ദ്രം വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും സമീപിക്കുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയുമാണ്. കേരളത്തിനെതിരെ ലേഖനം എഴുതണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ദുരന്തം കേരളം വരുത്തി വെച്ചതാണ് എന്ന് സ്ഥാപിക്കുന്ന ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി വ്യാജ വിവരങ്ങൾ കൈമാറുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വിവരം പിന്നീട് പുറത്തു വന്നു. അപ്പോൾ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു ജനത അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. മൃതശരീരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവസാനിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പിലാണ്. ജീവിതം പിന്നിപ്പോയ ഒരു ജനതയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നിലപാട് നമുക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോഴാണ് ആരെയും വിലക്കെടുക്കാൻ പറ്റിയില്ല. ഒരു ശാസ്ത്രജ്ഞനും വന്നില്ല അത് പറയാൻ. അവർ പറഞ്ഞു ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല കേന്ദ്രം പറയുന്നതിന്. അത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. എന്തെങ്കിലും ശാസ്ത്രീയമായ ആധികാരികമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ കേന്ദ്രം അത് പുറത്തുവിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആരെയും കിട്ടാതെ വന്നപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ തന്നെ പരസ്യമായി രംഗത്ത് വന്നു. വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നേരിട്ട് ഈ ആരോപണവുമായിട്ട് വന്നു. ഇവരെല്ലാം കുടിയേറ്റക്കാരെല്ലാം കയ്യേറ്റക്കാരാണ് എന്ന ആരോപണവുമായിട്ട്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത്, ഇതിൽ മരിച്ച ആളുകളൊക്കെ കയ്യേറ്റക്കാരാണോ എന്ന ചോദ്യം ഉന്നയിച്ചത്. ഈ കേന്ദ്രത്തിൻ്റെ വിമർശനത്തെക്കുറിച്ച്, അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു നിലപാടിനെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ നടത്തേണ്ട ചില ശാസ്ത്ര വിശകലനങ്ങളുണ്ട്. അതിൽ നിന്ന് കേരളം, സംസ്ഥാന സർക്കാരും ഒളിച്ചോടുകയാണെന്ന് പറയുന്ന പരിസ്ഥിതിവാദികൾ അത് കേരളത്തിലും ഉണ്ടല്ലോ. അതാ പറയുന്നത്, ഈ സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് വിദഗ്ധാഭിപ്രായം എന്ന നാട്യത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരേറ്റവും മിനിമം ഒരു ഔചിത്യം പുലർത്തേണ്ടതാണ് ഈ സന്ദർഭത്തിൽ. ഇപ്പം നമ്മുടെ മുൻഗണന മുഴുവൻ എന്തിലാണ്? മുൻഗണന മുഴുവൻ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുന്നതിലാണ്. മരിച്ച എല്ലാവരുടെയും മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നതിലും അവർക്ക് അന്തസ്സായ ഒരു സംസ്കാരം ഉറപ്പുവരുത്തുക, ഈ വക കാര്യങ്ങളില്ല. മനുഷ്യാന്തസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അതിലാണിപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പുനരധിവാസമാണ്. നമുക്ക് തീർച്ചയായിട്ടും
ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളാവാം, അതിനാരും എതിരല്ല. പഠനങ്ങൾ വേണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഇപ്പോൾ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണ്? അക്കാര്യത്തിൽ വിദഗ്ധർക്കിടയിൽ ഏകാഭിപ്രായമുണ്ട്. യഥാർത്ഥ വിദഗ്ധർക്കിടയിൽ, ഞാൻ വിദഗ്ധരെന്ന് സ്വയം നടിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്, ഏകാഭിപ്രായമുണ്ട്. ഇന്ന് ഇപ്പോൾ മറ്റേ ഇവിടെ മേപ്പാടിയിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ കാരണം എന്തായാലും ഈ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ല, അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അതിതീവ്ര മഴയാണ് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു ഏകാഭിപ്രായം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 48 മണിക്കൂർ കൊണ്ട് 572 മില്ലിമീറ്റർ മഴ ഒരു പ്രദേശത്ത് മാത്രം പെയ്തിറങ്ങിയാൽ അതിന് കാരണം കൂമ്പാരമേഘങ്ങളാണ് എന്നൊക്കെയുള്ള ശാസ്ത്രീയ വിശകലനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പില്ലാത്ത മണ്ണിളകുകയും ഈ വെള്ളവും പാറയും എല്ലാം കൂടി പൊട്ടിയൊഴുകുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സാധാരണഗതിയിലുള്ള ഒരു ഉരുൾപൊട്ടലല്ലല്ലോ അവിടെ ഉണ്ടായത്. ഏതാണ്ടൊരു ഡാം ബേസ്റ്റിന് സമാനമായിട്ടുള്ള ഒരു അണക്കെട്ടൊക്കെ ചെതറിയാലുണ്ടാകാവുന്ന സ്ഥിതി എന്താണോ അത്തരമൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചത് എന്നാണ് ഇതുവരെ കണ്ട വിശകലനങ്ങളിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം പരാമർശങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇതല്ല സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ സംസാരിക്കേണ്ട സമയം ഇതല്ല എന്നുള്ളൊരു വാദം മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പുറത്തു നിൽക്കുന്നവർക്ക് അങ്ങനെ തോന്നാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം വരുമ്പോൾ ഇപ്പോൾ പ്രളയ സമയത്ത് ഹെലികോപ്റ്ററിൻ്റെ വാടക അടക്കം ചോദിച്ച വിഷയമുണ്ട്, UAE അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം നിഷേധിച്ചു, അതൊക്കെ പറയുമ്പോൾ കൂടെ നിന്ന ജനമാണ്. പക്ഷെ ഇത്രയും വലിയ ഇതുവരെ ഇല്ലാത്തൊരു ഡിസാസ്റ്റർ വരുമ്പോൾ കേന്ദ്രം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് മറ്റൊരു തരത്തിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? കേന്ദ്രത്തിൻ്റെ വിമർശനമാണെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷേ ഉപജാപത്തിന് എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പറ്റുക? എന്താണ് കേന്ദ്രം പറഞ്ഞ? രണ്ട് കാര്യമാണ് കേന്ദ്രം പറഞ്ഞത്. ഒന്ന്, അമിത്ഷാ പറഞ്ഞ കാര്യം, മുന്നറിയിപ്പ് കൊടുത്തു, കേരളം അവഗണിച്ചു, കള്ളമായിരുന്നു എന്നുള്ളത്. ഞാൻ ഇതുവരെ വസ്തുതാവിരുദ്ധം എന്ന വാക്കേ പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്താ വിശേഷിപ്പിക്കേണ്ടത്? കാരണം എന്തായിരുന്നു ഫോർകാസ്റ്റ്? എന്തായിരുന്നു IMD തന്ന ഫോർകാസ്റ്റ്? 48 മണിക്കൂറിൽ 115 മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ്. 115 മുതൽ 204 മില്ലിമീറ്റർ വരെ, കിട്ടിയത് 572 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 200% കൂടുതൽ മഴ കിട്ടി. അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തന്നെ പ്രത്യേകത, നമ്മൾ പ്രവചനാതീതമാണ് പലപ്പോഴും ഇത്തരം പ്രതിഭാസങ്ങൾ, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്നതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ, കൂടുതൽ കൃത്യമാക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തട്ടെ, കൂടുതൽ സാങ്കേതിക മികവ് അക്കാര്യങ്ങളിലൊക്കെ കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തട്ടെ. അത് മനസ്സിലാക്കാം. ഒരു പ്രവചനം, മുന്നറിയിപ്പ് പാളിപ്പോയത്. പക്ഷെ മറ്റത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഉപജാപം എന്നുള്ള വാക്കാണ് എടുത്തു പറയുന്നത്. മുന്നറിയിപ്പ് ഇതായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാജമായിട്ടുള്ള പ്രസ്താവനയാണ് പാർലമെൻറ്റിൽ നടത്തിയത്. കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കൃത്യമായ മുന്നറിയിപ്പായിരുന്നില്ല. ആ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. അത് മരിച്ച മനുഷ്യരെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട വർത്തമാനമാണോ എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം. അല്ലാണ്ട് ഒരു ചർച്ചയും പാടില്ല എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതിലെന്താ ചർച്ച? ഇത് വസ്തുതാവിരുദ്ധമായ ഒരു വ്യാജ പ്രസ്താവന. ഇവിടെ ഡെഡ് ബോഡി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ പറഞ്ഞത്. അവരിൽ നിന്ന് സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയത് ഇതാണ്. അത് പറയാതിരിക്കാൻ പറ്റുമോ? പിന്നെ അത് വേറെ രണ്ടാമതൊരു മുന്നറിയിപ്പ് എന്തായിരുന്നു കിട്ടിയത്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അവരാണ് ലാൻഡ് സ്ലൈഡിൻ്റെ മുന്നറിയിപ്പ് നൽകേണ്ടത്. അവർ തന്ന മുന്നറിയിപ്പ് എന്തായിരുന്നു? ഗ്രീൻ അലർട്ടായിരുന്നു. ഗ്രീൻ അലർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണഗതിയിലുള്ള, വളരെ താഴ്ന്ന നിലയിലുള്ളൊരു മുന്നറിയിപ്പാണത്. ഏറ്റവും തീവ്രമായിട്ടുള്ളൊരു മുന്നറിയിപ്പല്ല, റെഡ് അലർട്ടല്ല അവർ തന്നിരുന്നത്. എന്നിട്ടും ആഭ്യന്തരമന്ത്രി പറയുകയാണ് മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന്. അവഗണിച്ചില്ലല്ലോ. 180 കുടുംബങ്ങളെ, ഞാൻ വയനാട്ടിൽ പോയി ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുള്ള ആളാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റും ജനപ്രതിനിധികളും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അവിടുത്തെ പഞ്ചായത്ത് UDF ആണല്ലോ. 180 കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അക്കാര്യങ്ങളൊക്കെ സർവകക്ഷി യോഗത്തിൽ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം തന്ന മുന്നറിയിപ്പിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു. തന്ന മുന്നറിയിപ്പ് പ്രകാരം സാധാരണഗതിയിലുള്ള ഒരു സാധാരണ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോൾ ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ എവിടെയെല്ലാം ബാധിക്കുമെന്ന നിലയിൽ ആളുകളെ മാറ്റി താമസിപ്പിച്ചതുകൊണ്ടാണ് മരണസംഖ്യ ഇതിൽ നിന്നത്. അല്ലെങ്കിൽ 180 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചെന്ന് പറഞ്ഞാൽ മരണസംഖ്യ എത്രയാകുമായിരുന്നു എന്ന് ഓർക്കണം. അത് മാറ്റിയിരുന്നില്ലെങ്കിൽ
അപ്പോൾ എന്തിനാണ് ഈ വ്യാജ പ്രസ്താവന അമിത്ഷാ പോലെ ആഭ്യന്തരമന്ത്രിയായ ഒരാൾ നടത്തുന്നത്? അദ്ദേഹത്തിന് ഭൂഷണമാണോ അതും ഈ സമയത്ത് നടത്തുന്നത്? കേന്ദ്ര സർക്കാർ അതാണോ ചെയ്യേണ്ടത്? തീർന്നില്ല. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഈ ലേഖനം എഴുതാൻ വാടകയ്ക്ക് ആളെ അന്വേഷിച്ച് നടന്നത്. ഭാഗ്യത്തിനൊരു വിദഗ്ധനെയും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഭൂപേന്ദ്ര യാദവ് എന്ന മന്ത്രി സ്വയം വിദഗ്ധനായിട്ട് ചമഞ്ഞു. കാരണം വിവരമുള്ള ഒരാളെയും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞു ഇതിന് ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയുമില്ല, ആധികാരികമായിട്ട് ഇങ്ങനെ പറയാനാവില്ല, കാരണം ഇതെന്തെങ്കിലും കുടിയേറ്റം കൊണ്ട് സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ മനുഷ്യപ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണെന്നോ പറയാവുന്ന ആധികാരികമോ ശാസ്ത്രീയമോ ആയിട്ടുള്ള തെളിവുകളില്ല. പുനരധിവാസ പദ്ധതികളിലേക്ക് കിടക്കുമ്പോൾ പ്രതിപക്ഷമൊക്കെ പറയുന്ന പോലെ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതായത് കുടുംബങ്ങളെ നോക്കിക്കൊണ്ടുള്ള പാക്കേജ്, 405 കുടുംബമാണെങ്കിൽ ഓരോ കുടുംബത്തിനും ഓരോ തരത്തിലുള്ള അങ്ങനെ ഒരു പാക്കേജ് വേണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. അത് പരിഗണിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ദുരന്തത്തിന് ഇരയായവരുമായി ചർച്ച ചെയ്തേ ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതാണ്. അതിനർത്ഥം ഒരു യൂണിഫോമായ പൂർവ്വനിശ്ചിതമായ ഒരു പുനരധിവാസ പാക്കേജ് സർക്കാർ ഏകപക്ഷീയമായി ആവിഷ്കരിച്ച് ഇമ്പോസ് ചെയ്യുകയോ ബുൾഡോസ് ചെയ്യുകയോ ചെയ്യുമെന്നല്ല. അങ്ങനെയല്ല. ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ജനാധിപത്യപരമായ രീതിയിൽ ആയിരിക്കും ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടിയിട്ടൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതല്ല. അവരിതുവരെ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത്. ലോകത്തിന് മുമ്പിൽ കേരളത്തിൻ്റെ ഒരു മാതൃകയായിട്ട് ഉയർത്തിക്കാണിക്കാവുന്ന ഒരു പുനരധിവാസ പദ്ധതി തന്നെയായിരിക്കും, സമഗ്രമായ പദ്ധതിയായിരിക്കും സർക്കാർ നടപ്പാക്കുക. ഇപ്പോൾ ഓരോ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഈ സമയത്ത് ഞങ്ങളവിടെ എല്ലാ മന്ത്രിമാരും പോയിരുന്നു. അവരവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ, നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ തദ്ദേശ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം പറയുകയാണ്. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ ദുരന്തത്തിനിരയായവർക്കുള്ള ഒരു ഉപജീവന പദ്ധതിയാണ്. ലൈവ്ലിഹുഡ് പ്ലാൻ കുടുംബശ്രീ ആവിഷ്കരിക്കുകയാണ്. ആ ലൈവ്ലിഹുഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ പ്ലാനാണ്. കാരണം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവസ്ഥ മനസ്സിലാക്കി സാഹചര്യങ്ങളും റിക്വയർമെൻറ്റ്സും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലൈവ്ലിഹുഡ് പ്ലാനാണ്. അങ്ങനെ ഒരു ലൈവ്ലിഹുഡ് പ്ലാൻ വലിയ തോതിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അതിൽ ചോദിച്ചോട്ടെ. അത് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു പ്രയോറിറ്റി അതിനകത്തുണ്ട്. പക്ഷേ അപ്പോഴും കുടുംബശ്രീ വഴിയുള്ള ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ അടിയന്തരമാണ് ഞാൻ പറഞ്ഞത്. മറ്റ് റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ടല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ പുറത്തു വരുന്ന സമയത്തേക്ക് ഉള്ള ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ ആണ് ഞങ്ങൾ ആലോചിച്ചത്. അതിലൊന്ന് കുടുംബശ്രീ വഴിയുള്ള ഈ വ്യക്തിഗതമായിട്ടുള്ള മൈക്രോ പ്ലാനുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉപജീവന പരിപാടി. പിന്നെ തൊഴിലുറപ്പ്. ഇപ്പോൾ 100 തൊഴിൽ ദിനമാണല്ലോ നിയമപ്രകാരം ലഭ്യമായിട്ടുള്ളത്. ഈ ഡിസാസ്റ്റർ ബാധിതമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ 180 തൊഴിൽ ദിനങ്ങൾ നൽകാനുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അടിയന്തര തൊഴിൽ സഹായമായിട്ടാണ്, ഉപജീവനമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴും കൃഷി ഉപജീവനമായി സ്വീകരിച്ച ആൾക്കാരാണ് അവിടെ ഭൂരിഭാഗം ഉള്ളവർ. ഒരു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ജോലികൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം. ഉപജീവന പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൽ കൃഷി ഉൾപ്പെടെ വരും. അതാ പറഞ്ഞത്, അത് പ്രത്യേകം മൈക്രോ പ്ലാനാണ്. ഇപ്പോൾ കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞ ആളുകൾക്ക് അത് മാത്രമേ കഴിയൂ എന്നുള്ളവർക്ക് അതിനനുസരിച്ച മൈക്രോ പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പ്രായോഗികമാണ്. അതായത് പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്താകെ വലിയ സ്കെയിലിൽ ചെയ്തിട്ടുണ്ട്. 64,006 കുടുംബങ്ങളെ അതിദരിദ്രരായി കണ്ടെത്തി ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ഉജ്ജീവനം എന്നൊരു പദ്ധതി ഈ അതിദരിദ്രർക്കായിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്നുണ്ട്. ഉജ്ജീവനം എന്നത് അത് വളരെ വിജയകരമായിട്ട് നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ്. നിർഭാഗ്യകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നും കേരളത്തിലെ മാധ്യമങ്ങളുടെയോ പൊതുസമൂഹത്തിൻ്റെയോ പരിഗണനയിലോ ശ്രദ്ധയിലോ വരുന്നില്ല എന്നുള്ളതാണ്. അതൊന്നും വരുന്നില്ല, വിവാദങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. കുടുംബശ്രീ നടപ്പാക്കി ഉജ്ജീവനം പോലെ അതിനെ കൂടി മാതൃകയാക്കിയിട്ടാണ് ഇവിടെ നിന്ന് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ചില പുനരധിവാസ പദ്ധതികളുമായിട്ട് ഉയരുന്ന ചില പരാതികൾ, ഇത് ആരംഭശൂരത്വമായിരുന്നു, അത് കഴിഞ്ഞ ശേഷം അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അത്തരം ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുത്തുമല അടക്കമുള്ള അതിലുണ്ടായ വീഴ്ചകളൊക്കെ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ ഞാനൊരു പ്രധാന പത്രത്തിൻ്റെ പുനരധിവാസത്തെക്കുറിച്ചുള്ള മുഖപ്രസംഗം വായിച്ചു. അപ്പോൾ അതിൽ
ആദ്യം വായിക്കുമ്പോൾ തോന്നുക കഴിഞ്ഞ പുനരധിവാസ പദ്ധതികളാകെ പരാജയമായിരുന്നു എന്ന് തോന്നൽ ഉളവാക്കുന്ന തരത്തിലാണ്. വായിച്ചുള്ളിലേക്ക് വരുമ്പോൾ പുത്തുമലയെക്കുറിച്ച് പറഞ്ഞത് 2 വർഷം എടുത്തു എന്നുള്ളതാണ്. പുനരധിവാസത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്നോ അത് അപൂർണമാണെന്നോ അല്ല, 2 വർഷം സമയമെടുത്തു എന്നതാണ്. ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയം കുറയ്ക്കണം, അത്രയും സമയം എടുക്കാതെ തന്നെ നടപ്പാക്കാൻ ആണ് ശ്രമം നടത്തുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ വന്ന ഏറ്റവും വലിയ കുറവായിട്ട് ഞാൻ എഡിറ്റോറിയൽ തന്നെ എഡിറ്റോറിയലാവുമ്പോൾ ഏറ്റവും ആധികാരികമാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ചൂണ്ടിക്കാണിക്കുന്നത് എന്താ, പെട്ടിമുടിയിൽ ദുരന്തത്തിനിരയായവർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച പൈസ കിട്ടിയില്ല എന്നുള്ളതാണ്. കേന്ദ്രം പ്രഖ്യാപിച്ച 2 ലക്ഷം ഇതുവരെ കിട്ടിയില്ല. പെട്ടിമുടി ദുരന്തം കഴിഞ്ഞിട്ട് 6 വർഷമായി, 6 ആയി കൂടുതലായി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാമെന്നല്ലാതെ പുനരധിവാസത്തിൽ അലംഭാവമുണ്ടായി എന്ന് അതിൽ പോലും കാണാനാവുന്നില്ല എന്നാണ്. ഈ പുത്തുമലയുടെ വിഷയം, അതിനകത്ത് പുത്തകൊല്ലയിൽ താമസിക്കുകയാണ് കുറേ ആൾക്കാർ. നമ്മളവിടെ നേരിട്ട് പോവുകയും ചെയ്തതാണ്. കഴിഞ്ഞ വർഷം ചെല്ലുമ്പോഴേ ഈ വീടുകൾ ചോർന്നൊലിക്കുന്നു, അതിൻ്റെ കൺസ്ട്രക്ഷൻ ശരിയല്ല. പല വീടുകളിലും ഇപ്പോൾ ഈയിടെ പോലും അവർ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് വൈദ്യുതി എത്താത്ത സ്ഥിതിയൊക്കെയുണ്ട്. ആൾക്കാരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നോക്കാത്തത് കൊണ്ട് സ്ഥല സൗകര്യമില്ലാത്ത അങ്ങനെ കുറേ വിഷയങ്ങൾ അവർ ഇനിയിപ്പോൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പുനരധിവാസ പദ്ധതികൾ വരുമ്പോൾ ഒരു തുടർ മോണിറ്ററിങ് അവിടെ ഫെയിൽ ആകുന്നുണ്ട് എന്ന് അതിൻ്റെ ഈ പറഞ്ഞ പരിമിതികളോ പരാതികളോ എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അത് ആവർത്തിക്കാത്ത തരത്തിൽ പഴുതടച്ചായിരിക്കും നടപ്പാക്കുക. നമ്മൾ ഓരോ അനുഭവത്തിൽ നിന്നും അതിൻ്റെ കുറവുകളിൽ നിന്നും പഠിച്ച് അത് തിരുത്തിക്കൊണ്ടല്ലേ അടുത്ത് ചെയ്യാം. അപ്പോഴും നമ്മുടെ പുനരധിവാസ പദ്ധതികളിൽ, ജനറലായിട്ട് പുനരധിവാസ പദ്ധതികളിൽ ഒരു മോണിറ്ററിങ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഇത് ഭരണത്തിൻ്റെ ഉയർന്ന തലത്തിൽ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒന്നായിരിക്കും. ഇപ്പം നമ്മൾ ഈ ക്രൈസിസിനെ കൈകാര്യം ചെയ്ത രീതി നമ്മളൊന്ന് ഓർക്കണം. ഏത് തരത്തിൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് എത്ര കാര്യക്ഷമമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും വലിയ സ്കെയിലിൽ ഉണ്ടായിട്ടുള്ള ഒരു മഹാവിപത്തിനെ, മഹാദുരന്തത്തെ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം തന്നെ 5 മന്ത്രിമാരുടെ ഒരു സംഘത്തെ ഇത് ഏകോപിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചു. മുഖ്യമന്ത്രി ഓഫീസിലിരുന്നു കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിച്ചു. ഉദ്യോഗസ്ഥ തലത്തിൽ സ്പെഷ്യൽ ഓഫീസർ ഒരാളെ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവുവിനെ സ്പെഷ്യൽ ഓഫീസറായിട്ട് വയനാട്ടിലേക്ക് ഉടൻ അയച്ചു. ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്ക് അദ്ദേഹം അവിടെ എത്തി. അതുപോലെ മുഖ്യമന്ത്രിയുടെ OSD തിരുവനന്തപുരത്തിരുന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ചീഫ് സെക്രട്ടറി ഇതിനാകെ മേൽനോട്ടം വഹിച്ചു. അത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ തന്നെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 4 അംഗങ്ങളുള്ള ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി. ഇനി അപ്പോൾ ഭരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നാണ് ഈ ഡിസാസ്റ്റർ നമ്മൾ കൈകാര്യം ചെയ്തത്, മാനേജ് ചെയ്തത്. അതേപോലെ തന്നെ ആയിരിക്കും പുനരധിവാസവും മാനേജ് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ആ പഴയ പുനരധിവാസ പദ്ധതികളിലുള്ള പരാതികൾ പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവുമോ? അത്തരത്തിലുള്ള പരാതികൾ കൂടി കൂട്ടത്തിൽ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കും. ഈ പുത്തകൊല്ലിയിലെ അടക്കം, ആ പുത്തുമല വിഷയം അടക്കം സർക്കാർ ഒന്നുകൂടെ ഒരു റീകൺസിഡർ ചെയ്യുമോ? ഏത് പരാതി വന്നാലാണോ സർക്കാർ പരിഗണിക്കാതിരിക്കുക? സർക്കാരിൻ്റെ മുമ്പിൽ ഒരു പരാതി വന്നാൽ അതിന് നേരെ കണ്ണടച്ചിരിക്കും ഒരു സർക്കാർ. ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന പ്രശ്നമില്ല. ഏത് പരാതിയും വന്നാൽ സർക്കാർ അത് പരിഗണിക്കുകയും പരിശോധിക്കുകയും സ്വീകരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും. സർക്കാർ ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, പുറത്തുനിന്ന് സഹായങ്ങൾ ആൾക്കാർ തരുന്നു. പക്ഷേ ഈ ഒരു പക്ഷേ താഴെ തലത്തിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന ആ ഒരു ഉദാസീനത അല്ലെങ്കിൽ ഒരുപക്ഷെ അഴിമതി, ഇങ്ങനെ ചില വിഷയങ്ങൾ കൊണ്ട് ഇത് നിന്ന് കെട്ടുപോകുന്ന ഒരു സ്ഥിതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണതലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് തന്നെയുള്ള മോണിറ്ററിങ് ഇത് കാര്യത്തിലുണ്ടാവും. അതിപ്പോൾ ഈ ദുരന്തത്തെ കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങളിലുണ്ടായില്ലേ? സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തിന് ഇത്രയും കാര്യക്ഷമമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് പലർക്കും ആശങ്ക ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മളിതിനേക്കാളൊക്കെ ഈ ലഘുവായ പല ദുരന്തങ്ങളും മറ്റ് പല സംസ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. അത് സാധ്യമായത് എന്തുകൊണ്ടാണ്? ഇത് ഒരു ഗവൺമെൻറ് മെഷീനറി ആകെയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അതുപോലെ ഭരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന, വിവിധ വകുപ്പുകൾ ചേർന്ന് ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കും പുനരധിവാസവും നടപ്പാക്കുക എന്നതാണ്.
അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രക്ഷാപ്രവർത്തനം വരെ നമ്മൾ വളരെ ഒരുമയോടെ നിൽക്കുന്നു, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൽ നമ്മൾ പരാജയം. രാഷ്ട്രീയ നേതൃത്വം ശക്തമായിട്ടും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ജാഗ്രതയോടെയും ഇക്കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്താൽ ഉദ്യോഗസ്ഥ സംവിധാനവും അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് വയനാട് തെളിയിച്ചിട്ടുള്ളത്. അത് തുറന്നുണ്ടാവും. ഓക്കെ, ഇനി മുന്നറിയിപ്പ് അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മളൊരു AI അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് സംവിധാനം, പ്രത്യേകിച്ച് ഇത്രയും വാൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുകൂടി സർക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് IMDAയും അതുപോലെ തന്നെ നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവരൊക്കെ തരുന്ന മുന്നറിയിപ്പുകളെയാണ്. അതിന് പുറമെ നമുക്ക് പ്രാദേശികമായിട്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ ലഭിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കിട്ടുന്ന വിവരങ്ങളെ ഡൗൺ സ്കെയിൽ ചെയ്ത് പ്രാദേശികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയുള്ള സർവകലാശാലകൾ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ അവരുടെയൊക്കെ അറിവിനെയും വൈദഗ്ധ്യത്തെയും ഗവേഷണങ്ങളെയും ഒക്കെ എങ്ങനെ ഇതിന് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന് ഭാവിയിൽ ആലോചിക്കേണ്ടി വരും. ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ ക്യുസാറ്റൊക്കെ പോലുള്ള സർവകലാശാലകളുണ്ട്. അപ്പോൾ ധാരാളം ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഈ വൈദഗ്ധ്യം, ഗവേഷണം ഇതെല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് മുഖ്യമന്ത്രി ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എഫക്റ്റീവ് അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ IMDAയുടെയും ജിയോളജിക്കൽ സർവേയുടെയും ഒക്കെ മുന്നറിയിപ്പുകൾ പോരാ എന്നുള്ള ആ ഒരു ഘട്ടം തരണം ചെയ്യാൻ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള പ്രാദേശികമായിട്ട് തന്നെ മുന്നറിയിപ്പ് കിട്ടാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, പൊതുവായ മുന്നറിയിപ്പല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നയരൂപീകരണം സർക്കാർ എടുക്കുമ്പോൾ അതിൽ കാലാവസ്ഥാ മാറ്റം പരിഗണിക്കുമോ എന്നുള്ളൊരു ചോദ്യം, പരിഗണിക്കുക എന്നുള്ള നിർദ്ദേശം പല ഭാഗത്തുനിന്ന്, അത് നടപ്പാകും. തീർച്ചയായിട്ടും കാലാവസ്ഥാ മാറ്റം എന്ന ഒരു വെല്ലുവിളിയെ പരിഗണിക്കാതെയോ അഭിസംബോധന ചെയ്യാതെയോ കേരളത്തിൽ ഇനി ഒരടി മുന്നോട്ട് പോകാനാവില്ല. ഒരു നയരൂപീകരണവും സാധ്യമാവുകയുമില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പരിഗണിക്കും. ഈ ആ ഒരു വിഷയമുണ്ട്. ആ ഒരു പരിസ്ഥിതി മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളയിൽ പ്രതിഷേധമൊക്കെ നടത്തിയതെന്ന് ഈ സമയത്ത് പോലും പ്രതിപക്ഷം കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട്. അത് സർക്കാർ എങ്ങനെ കാണുന്നുണ്ട്? കേരളിൻ്റെ സാധ്യതയും വെല്ലുവിളിയൊക്കെ അത് ഈ ഒരു ഘട്ടത്തിൽ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ കേരളയിലല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് വികസന പദ്ധതികൾ ഉപേക്ഷിക്കുക എന്നതല്ല, ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് പറയും, അതല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ദുരന്തമുണ്ടായി, ഇനി ഒന്നും വേണ്ട, അങ്ങനെയല്ല. നമ്മൾ ദുരന്തത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? ഒരു ശാസ്ത്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ശാസ്ത്രീയ സമീപനം ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും പുലർത്തുന്നുണ്ട്, അത് തുടർന്നും ഉണ്ടായിരിക്കും. അടിമുടി ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനമായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ശാസ്ത്രത്തിൻ്റെ അറിവുകളൊക്കെ ലഭ്യമാണല്ലോ, ആ അറിവുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും ഇത്തരം പഠനങ്ങളില്ലാതെ നടപ്പാക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതികൾ ആകെ ഉപേക്ഷിക്കണം എന്ന വാദം അത് വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. ഇപ്പോൾ തന്നെ ഏത് പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഇത്തരം പഠനങ്ങൾ അനിവാര്യമാണ്, ക്ലിയറൻസസ് അനിവാര്യമാണ്. ഒരു ക്ലിയറൻസും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാനാവില്ലല്ലോ. ഓക്കെ, വയനാട് കഴിഞ്ഞ് ഇനി അടുത്തേക്ക് കിടക്കുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡ്രൈഡേ ഉപാധികളോടെ മാറ്റം കൊണ്ടുവരും, അങ്ങനെ ഒരു ശുപാർശ മദ്യനയത്തിൻ്റെ കരടിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കാനുള്ള പത്രസമ്മേളനം നടക്കുന്നതിൻ്റെ രാവിലെ വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ഡ്രൈഡേ എടുത്തു കളയാൻ പോകുന്നു എന്നതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ധാരാളം സ്പെക്കുലേഷന് സ്കോപ്പുള്ള ഒന്നാണ് ഈ മദ്യനയം എന്നത്. വലിയ താല്പര്യവും പലർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ ആ സ്പെക്കുലേഷൻ നടക്കട്ടെ എന്നുള്ളത് എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ സർക്കാർ മദ്യനയം സംബന്ധിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ പൂർത്തിയാക്കി. ആ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ചർച്ചയിൽ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വന്ന പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രസക്തമായിട്ടുള്ളതുമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയം സർക്കാർ ഇതുവരെ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടില്ല.
മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടും കർക്കശമായിട്ടുള്ള നടപടികളിലേക്കും പ്രസ്താവനകളിലേക്കും മന്ത്രി തന്നെ നേരിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് കുറച്ചധികം എനിക്ക് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ കൂടുതൽ ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടത്തിലാണോ സംസ്ഥാന സർക്കാർ, അതോ കുറച്ച് ഇഫക്റ്റീവായി തുടങ്ങി, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ? മാലിന്യ നിർമ്മാർജ്ജനം, സമ്പൂർണ്ണ ശുചിത്വം എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വയനാട് ദുരന്തം, അതിനു മുമ്പ് പ്രളയം, കോവിഡ്, ഇതിനെയെല്ലാം നേരിട്ട രീതി കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും അങ്ങേയറ്റത്തെ അഭിമാനം ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ ലോകത്തൊരു ജനതയ്ക്കും ഇത്ര വലിയ ദുരന്തങ്ങളെ ഇതുപോലെ നേരിടാൻ ആവുകയില്ല. അത് നമ്മുടെ പ്രബുദ്ധത, നമ്മുടെ ജനാധിപത്യ ബോധം, നമ്മുടെ സഹജീവികളോടുള്ള കരുതൽ, ഇതിൻ്റെയെല്ലാം ഏറ്റവും ഉന്നതമായ തരത്തിലുള്ള പ്രദർശനമായിരുന്നു ഉണ്ടായിരുന്നത്. യോജിപ്പ്, ഐക്യം. എന്നാൽ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ഉയർന്ന പൗരബോധം കൂടി പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമൂഹമായിട്ട് കേരളം മാറുമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു വില്ല് നമുക്കവിടെ കാണാൻ പറ്റില്ല, ഇതിലൊക്കെ പ്രകടമാവുന്ന തരത്തിലുള്ളതെന്ന്. അതാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് തുറന്നു പറയാം, നമ്മളെക്കുറിച്ചുള്ള അഭിമാനകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, കുറച്ച് നിശിതമായ ക്രൂരമായ സ്വയം വിമർശനം കൂടി നടത്തേണ്ട സമയമാണ്. അതാണ് ഈ ജോയി എന്ന ഒരു റെയിൽവേ നിയോഗിച്ച കരാർ തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി തർക്കങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിയോഗിച്ചത് റെയിൽവേയാണ്, അപകടം നടന്നത് റെയിൽവേയുടെ സ്ഥലത്താണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്കെല്ലാവർക്കും കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഓരോ മലയാളിക്കും, തിരുവനന്തപുരത്ത് ഓരോ നഗരവാസിക്കും അതിൽ മനസാക്ഷിക്കുത്ത് തോന്നേണ്ടതുണ്ട് എന്നാണ് എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും എന്തായാലും കരുതലും കർക്കശവുമായിട്ടുള്ള നടപടികളിലൂടെ വകുപ്പ് മുന്നോട്ട് പോകട്ടെ. വളരെയധികം നന്ദി മിനിസ്റ്റർ.